नमस्कार दोस्तों, आज के हिंदी कक्षा में आप सबका हार्दिक स्वागत। आप सब कैसे हैं? ठीक है ना? जी ज़रूर। इस तरह आप हमेशा खुशी से मस्त से रहिए, यही मेरी कामना है। जी, पिछले कक्षा में क्या पढ़ा था आपको याद है? जी, संज्ञा शब्द। संज्ञा माने क्या है, संज्ञा की विशेषता क्या है, उसके कितने भेद है, वो सब हमने पढ़ा है ना। गृह कार्य के रूप में मैंने जो कुछ कहा था वो सब आपने किया है कि नहीं? जी, എവിടെയെങ്കിലും നല്ല മിടുക്കരല്ലേ, അപ്പോൾ എന്തായാലും എല്ലാം ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? ജി, ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, സംജ്ഞയോടൊപ്പം നമുക്കിനി ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട വ്യാകരണിക് ഇക്കായി ഹേ ഇല്ലേ, ഗ്രാമർ പോയിൻ്റ് ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു പറഞ്ഞേ? जी ज़रूर, सर्वनाम और विशेषण। सर्वनाम और विशेषण। सर्वनाम शब्द और क्या है सर्वनाम शब्द? ആ കേൾക്കുമ്പോൾ തന്നെ ഉണ്ട് സർവനാം, ഒരു ചെറിയൊരു സൂചന കിട്ടുന്നുണ്ട് അല്ലേ? वाक्य में संज्ञा के स्थान पर प्रयोग करने वाला शब्द। सर्वनाम क्या है? वाक्य में संज्ञा के स्थान पर प्रयोग करने वाले शब्द. ഒരു കൺഫ്യൂഷൻ ആയോ? സംജ്ഞയുടെ സ്ഥാനത്ത് പ്രയോഗിക്കുന്ന ഒരു ശബ്ദം എന്ന് കേട്ടപ്പോൾ ഇപ്പം നമ്മൾ ഹാമിദിനെ കുറിച്ചൊന്ന് എടുത്ത് നോക്കി. അപ്പം നിങ്ങൾക്ക് ഫെമിലിയർ ആയതുകൊണ്ടാണ് ഹാമിദിൻ്റെ പേര് തന്നെ വരുന്നത്. നമ്മൾ നല്ലോണം ഈദ്ഗാഹ് പഠിച്ചതല്ലേ. ഹാമിദ് एक अच्छा लड़का है, हामिद एक छोटा लड़का है, हामिद एक निरीह बालक है, ഹാമിദ് ഈദ്ഗാഹ് जा रहा है. ഇപ്പോൾ നമ്മൾ ആരെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്ന മുഴുവനും ഹാമിദ് ഹാമിദ് ഹാമിദ്. ഇപ്പം നിങ്ങളൊരു കൂട്ടുകാരൻ്റെ പേര് പറയുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ രാജേഷ്, രാജേഷ് വന്നു. വീണ്ടും വീണ്ടും നമ്മൾ രാജേഷ് 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 എന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യുമോ? നിങ്ങൾ പറയുമ്പോൾ രാജേഷ് വന്നിരുന്നു, പിന്നെ അവൻ എന്നോട് അത് ചോദിച്ചു, അവൻ അങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു, പിന്നെ നമ്മൾ അവൻ അവൻ എന്നുള്ള വാക്കിൽ ഉപയോഗിക്കുക, അങ്ങനെയല്ലേ? उसके समान हम हामिद के बारे में भी, हामिद एक अच्छा लड़का है, वह एक छोटा लड़का है, वह एक निरीह बालक है, वह बहुत अच्छा है, वह ईदगाह जा रहा है, എങ്ങനെ എങ്ങനെ പറയില്ല, വഹ ഹം ജോഡെങ്കെ है ना, അവൻ. അപ്പോൾ അവൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കില്ല ഹീ എന്ന് നമ്മൾ ഉപയോഗിക്കും, ഷീ എന്ന് ഉപയോഗിക്കും. നമ്മൾ മലയാളത്തിലും അവൻ അവൾ എന്ന് ഉപയോഗിക്കും. ഹിന്ദിയിൽ നമ്മൾ എന്തേ ഉപയോഗിക്കുള്ളൂ? രണ്ടിനും കൂടെ വ അല്ലെങ്കിൽ ഇതേ ഉപയോഗിക്കുകയുള്ളൂ. പിന്നെയോ നമ്മൾ ജാ രഹാ ഹേ കേൾക്കുമ്പോൾ വ ജാ രഹാ ഹേ, അപ്പോൾ അത് ലഡ്കയാണെന്ന് മനസ്സിലാവും. വ ജാ രഹി ഹേ, അത് പെൺകുട്ടിയാണെന്ന് മനസ്സിലാവും ഇല്ലേ? അത് ക്രിയയ്ക്ക് അനുസരിച്ച് ഭാഷയുടെ വ്യത്യാസം നമുക്കത് പിന്നെ പഠിക്കാം. പുല്ലിംഗം സ്ത്രീലിംഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ संज्ञा के स्थान पर प्रयुक्त करने वाला शब्द, प्रयोग करने वाला शब्द ही सर्वनाम है ना. ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹീം ഷീം കേട്ടപ്പോൾ ഉടനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെയല്ലേ അത്? संज्ञा के स्थान पर प्रयुक्त करने वाला शब्द. अब हामिद के बारे में कहें तो वो कहेंगे, नहीं तो ये कहेंगे. अमीना के बारे में कहेंगे तो जी हाँ ज़रूर ए कहेंगे और वे कहेंगे है ना. അപ്പോൾ സംജ്ഞയ്ക്ക് പകരമായി ആ നാമത്തിന് അല്ലെങ്കിൽ ആ നൗണിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് എന്തോന്ന്? സർവനാം. സർവനാം के बारे में अब आज हम चर्चा करेंगे है ना. जी ज़रूर. संज्ञा के कितने भेद होते हैं? जी ज़रूर, ज़ोर से बोलिए. 3 भेद: व्यक्तिवाचक, जातिवाचक और भाववाचक. उसके समान सर्वनाम के भी कुछ भेद है. सर्वनाम के क्या कितने, उसके भेद क्या क्या है आप जानते हैं? जी ज़रूर. पुरुषवाचक, निश्चयवाचक, अनिश्चयवाचक, प्रश्नवाचक, संबंधवाचक और निजवाचक. कुल कितने हैं? 6 भेद. मुख्य रूप से, प्रमुख रूप से सर्वनाम के 6 भेद होते हैं. 6 भेद ഉണ്ട്.
അപ്പോൾ പിന്നെ ടെൻഷനായോ, അയ്യോ സംജ്ഞയുടെ 3 ഭേദം നമ്മൾ പഠിച്ചോളൂ, സർവനാമിന് ഇത്രയും ഭേദമുണ്ടോ എന്ന് ടെൻഷൻ കൊണ്ട് നമ്മൾ എന്തേ പറഞ്ഞോളൂ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഒരു സംജ്ഞ നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഇതുപോലെ സർവനാം പഠിക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ സർവനാം എന്താണെന്ന് പഠിക്കാം. പിന്നെ पुरुषवाचक सर्वनाम के बारे में हम चर्चा करेंगे. पुरुषवाचक सर्वनाम. पुरुषवाचक सर्वनाम क्या है? किसी वक्ता, श्रोता या अन्य किसी के लिए प्रयोग करने वाला शब्द. वक्ता, श्रोता या अन्य किसी के लिए. वक्ता എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താ, പറയുന്ന ആൾ. ശ്രോത കേൾക്കുന്ന ആൾ. അപ്പോൾ പറയുന്ന ആൾക്കോ കേൾക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് സർവനാം. എന്തിനാണ്? സംജ്ഞയ്ക്ക് സംജ്ഞയ്ക്ക് ബദല്, സംജ്ഞയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന, സംജ്ഞയുടെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ശബ്ദമാണ് സർവനാം എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഹാമിദിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ രാജേഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഏത് ശബ്ദമാണ് പറഞ്ഞത് നമ്മൾ? യെസ്, അത് തന്നെ. യഹ്, വഹ്, യേ, വേ, ആപ്, ഹം, ഇതൊക്കെ സംജ്ഞയുടെ കാര്യം. അപ്പം നിങ്ങൾ തന്നെ പറയുമ്പോൾ, നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ എന്ത് പറയും? നേരത്തെ പറഞ്ഞു ഞാൻ, മീര, എനിക്ക്, എൻ്റെ, ഞാൻ, ഇത് പറഞ്ഞിട്ടല്ലേ പറയുക നമ്മൾ. അത്രയും വാക്കുകൾ മലയാളം നമ്മൾ ഏറ്റവും ഫെമിലിയർ വാക്കല്ലേ. ഇത് സർവനാമാണ്. അല്ലെങ്കിൽ ഇപ്പോഴും പറയും നോക്കിയേ, ഞാൻ മീരയാണ്, മീര ജനിച്ചത് ഇവിടെയാണ്, മീരയുടെ അച്ഛനും അമ്മ ഇതാണ്, മീര 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുമോ? ഞാൻ, എൻ്റെ. നമ്മൾ മറ്റൊരാളുടെ കാര്യം പറയുമ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവിടെ. ഞാനിപ്പോൾ എന്താ പറയുക, സ്കൂളിൽ പോകുന്നു, അവിടെ ചെന്നിട്ട് അപ്പോൾ അങ്ങനെ അവിടെ ഇതൊക്കെയല്ലേ നമ്മൾ ഉപയോഗിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ആലോചിച്ച് നോക്കിയാൽ മതി. वक्ता या श्रोता या अन्य किसी के लिए प्रयुक्त शब्द है पुरुषवाचक सर्वनाम. यह, वह, ये, वे उनके उदाहरण है. അപ്പം ഇത് ഞാൻ പറഞ്ഞു, നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ കാണാപ്പാടം ഒന്നും പഠിക്കുന്നില്ല, മനസ്സിലാക്കിയാൽ മതി സർവനാം. അപ്പോൾ പുരുഷവാചക് സർവനാം പഠിച്ചു. നിശ്ചയവാചക് സർവനാം, നിശ്ചയ കാര്യക ബോധ് ഇല്ലേ, ഒരു നിശ്ചയമായ ഒരു കാര്യമൊക്കെ ഒരു ബോധം ഉണ്ടാക്കുകയാണ് നിശ്ചയവാചക് സർവനാം. ഏനാ, അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് അമ്മ ചോദിക്കുകയാണ് ആരാ അവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഒരു അങ്കിൾ അല്ലെങ്കിൽ ഇന്ന ആൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എവിടെയാണ് പോകുന്നത്, അവിടെ ഒരു കൃത്യമായിട്ടൊരു സ്ഥലം നമ്മൾ പറയുമ്പോൾ ഒരു കൃത്യത ഉണ്ടില്ലേ. അല്ലെങ്കിൽ ആരോ എവിടെയോ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു നിശ്ചിതാവസ്ഥയുണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ഇത് ഓർത്താൽ മതി. എഹ്, വഹ്, ഏ, വേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾക്കൊരു കൃത്യതയാണ്. വഹി നിശ്ചയവാചക് സർവനാം ഹേ. ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ എടുത്താൽ മതി. അനിശ്ചയവാചക് കോയി, ആരോ ആണ്. കോയി, ആരോ, എവിടെയോ, ആരോ. കുച്ച് ചീസ് ഖരീദിനെ കെ ലിയെ ജാ രഹാ ഹൂം. കുറച്ച് സാധനം വാങ്ങാൻ. അപ്പോൾ എന്ത് സാധനം കൃത്യമായിട്ടില്ല, കുറച്ച് എന്തൊക്കെയോ വാങ്ങണം. നൈത്തോ ചാവൽ ഖരീദിനെ, ചീനി ഖരീദിനെ. അപ്പോൾ ചാവൽ, ചീനി എന്നൊക്കെ പറയുക കൃത്യമാണ്. ഒരു നമ്മൾ ആ നൗണാണ്, എന്താ പറയുക, സംജ്ഞയാണ്. കുച്ച് ഖരീദിനെ കെ ലിയെ അല്ലെ കൊയ് ആ രഹാ ഹേ എന്നൊക്കെ പറയുന്ന ഒരു അനിശ്ചിതത്വമാണ്. ആരോ ഉണ്ട് സംഭവം, പക്ഷെ ആരാണെന്ന് നമുക്ക് ഉറപ്പില്ല എന്നുള്ളൊരു സൂചന. അതാണ് അനിശ്ചയവാചക് സർവനാം. ഓക്കെ, ഫിർ പ്രശ്നവാചക്. കേൾക്കുമ്പോൾ തന്നെ അറിയാം, प्रश्न माने क्वेश्चन. कौन, कहाँ, ये प्रश्नवाचक सर्वनाम का उदाहरण है. अब हम निजवाचक सर्वनाम की ओर चलेंगे. निजवाचक माने निज माने खुद, ഞാൻ, स्वयं. और हिंदी में निज, खुद, स्वयं, ये तीनों शब्द का मतलब एक ही है. നമ്മൾ എൻ്റെ, ഞാൻ, സ്വയം, നമ്മൾ അവനവനെ കുറിച്ച് പറയില്ലേ. ഓർ സെൽഫ്, ഇപ്പം മൈ സെൽഫ്, ഓർ സെൽഫ്, ഹർ സെൽഫ് എന്നൊക്കെ പറയുന്നില്ല, സെൽഫ്. അതാണ് ഈ നിജ്വാചക്. और अपनापन का बोध, स्वयं का बोध कराने वाला सर्वनाम शब्द. और मुख्यतः हम आप शब्द का प्रयोग करते हैं. आप, अपने आप, खुद आप शब्द भी निजवाचक सर्वनाम है. और लास्ट वन संबंधवाचक. സംബന്ധം കേൾക്കുമ്പോൾ അറിയാം, റിലേഷനാണ് സംബന്ധവാചക് സർവനാം ഇല്ലേ. ഒന്ന് കണക്റ്റ് ചെയ്തു പറയുകയാണ് നമ്മൾ. പഠിച്ചിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു,
അവിടെ പോയിരുന്നെങ്കിൽ അത് കാണാമായിരുന്നു, അവിടെ പിന്നെയോ അത് ചെയ്തിരുന്നെങ്കിൽ ഇത് കിട്ടുമായിരുന്നു. നമ്മളൊരു കണക്ട് ചെയ്ത് നമ്മൾ അങ്ങനത്തെ സെൻറ്റൻസിൻ്റെ കണക്ഷൻ ഓർമ്മ വരുന്നുണ്ടല്ലോ. ഈശ്വര രാവിലെ എണീറ്റിരുന്നെങ്കിൽ ജോലിയെല്ലാം പെട്ടെന്ന് കഴിയുമായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത സംബന്ധ സൂചക് ശബ്ദ ഹേ संबंधवाचक सर्वनाम. जो पढ़ता है वो पास होता, जो काम करता है वो विजय हासिल करता. പഠിക്കുന്നവൻ ജയിക്കുന്നു, കഷ്ടപ്പെടുന്നവൻ വിജയിക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നവൻ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു കണക്ഷൻ ആരാണ്, അല്ലെങ്കിൽ ഒരാൾ പഠിക്കുന്നു മറ്റൊരാൾ ജയിക്കുന്നു എന്നുള്ളതല്ല, അയാളുമായിട്ട് അവരുമായിട്ടുള്ള ബന്ധമാണ് രണ്ട് വാക്കുകൾ കണക്ട് ചെയ്യുന്നത്. സംബന്ധവാചക് സർവനാം. അപ്പം ആരായാലും ജോ പഠിത്താ ഹേ വോ പാസ് ഹോതാ. അപ്പം നമ്മൾ ആരുടെ രണ്ട് വ്യക്തികളായ ഒരു സംഭവമാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ എന്താ പറയുക, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയില്ലേ, അത് കണക്ഷനുള്ള സംഭവമാണ്. പയ്യെ തിന്നു ശരി അവിടെ നിന്നോട്ടെ എന്നുള്ളതല്ല, രണ്ടും നമ്മൾ കണക്റ്റഡ് ആണ്. അതുപോലെയാണ് നമ്മളത് ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാം. നമ്മൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ആഴത്തിൽ അങ്ങനെ പോയാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി സർവനാം എന്താണ്, അതിൻ്റെ കുൽക്കത്തിൻ്റെ ഭേദ് ഹേ, ഛേ ഭേദ് ഹേ, പുരുഷവാചക് അപ്പോൾ അറിയാമായിരുന്നു, മേ ഹം തും അതൊക്കെയാണ്. പിന്നെയോ നിശ്ചയവാചക് വഹ് അതൊക്കെ നിശ്ചയം കറക്റ്റ് ആ ഒരു നിശ്ചിത അവസ്ഥയിലുള്ളതാണ്. अनिश्चयवाचक कोई कुछ, अनिश्चयवाचक सर्वनाम. प्रश्नवाचक कौन क्या, वो प्रश्नवाचक सर्वनाम है. निजवाचक अपने आप को, खुद स्वयं आप. फिर संबंधवाचक सर्वनाम जो सो. आपके समझ में आ गए? മനസ്സിലായിട്ടുണ്ടോ? കൺഫ്യൂഷൻ നമ്മൾ ഉദാഹരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സർവനാം മാനെ ക്യാ ഹെ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നേരത്തെ നമ്മളിപ്പോൾ ഹാമിദിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്ത് നോക്കിയേ. हामिद और उनके दोस्तों कहाँ जा रहे हैं? ഈദ്ഗാഹ് ഇല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറയും? ഹാമിദ് അല്ലെങ്കിൽ വോ ഈദ്ഗാഹ് ജാ രഹാ ഹേ. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ ഇപ്പോൾ തരും, വഹ് തരും, ഈദ്ഗാഹ് തരും, ജാ തരും. അപ്പോൾ ഇതിൽ ബ്രാക്കറ്റിൽ ഏത് ക്വസ്റ്റ്യൻ നമ്മൾ ഏതാണ് നമ്മുടെ സർവനാം? വ. ഇനി കോൺ ജാ രഹാ ഹേ അല്ലെങ്കിൽ കോൺ ആയ, അല്ലെങ്കിൽ കോൺ എന്താണ്? സർവനാമാണ്. മനസ്സിലായോ അല്ലേ? ആപ്പ് ആകയെ എന്ന് ചോദിക്കുക, താങ്കൾ വന്നോ? അല്ല ഏതാണ് സർവനാം? ആപ്പ്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ബ്രാക്കറ്റിൽ ഇപ്പോൾ ഒരു പാസേജ് തന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തന്നിട്ട് 3 വാക്കുകൾ തന്നിട്ട് സംജ്ഞാ ശബ്ദം എന്താണ്, സർവനാം ശബ്ദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എഴുതാൻ പറ്റുമെന്ന്? അപ്പോൾ ഹാമിദ് എന്ന് പറയുമ്പോൾ നമ്മളറിയാം സംജ്ഞയാണ്, വ എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലായി സർവനാമാണ് ഇല്ലേ? ഇപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായില്ലേ സംജ്ഞ എന്താണ്, സർവനാം എന്താണെന്ന്? ഇത്രയേ ഉള്ളൂ. ഭയങ്കര വലിയ സംഭവമായിട്ട് എടുത്തപ്പോഴാണ് നമുക്ക് അയ്യോ ആദ്യം നിങ്ങൾക്ക് തോന്നിയപ്പോൾ ഇനി സംജ്ഞ പഠിക്കണം സർവനാം പഠിക്കണം എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ തീർന്നില്ലേ? മനസ്സിലായോ സംജ്ഞ എന്താണ്, സർവനാം എന്താണെന്ന്? इसी तरह अपने पाठ भाग से ईदगाह और एकलव्य से कुछ सर्वनाम शब्द चुनकर लिखकर अपने अध्यापक को भेज दीजिए. आपको ये सब समझ में आया होगा मेरा विचार है. इसके समान एक छोटा भाग है. हमने संज्ञा क्या है, सर्वनाम क्या है, ये सब समझ लिया है ना. उनके समय को छोटा भाग है विशेषण. വിശേഷൺ ശബ്ദ്. വിശേഷണം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെ, വിശേഷിപ്പിക്കുക. നേരത്തെ പറഞ്ഞു രാജേഷ് ഹായ് എന്ത് സുന്ദരനാണ്, അല്ലെങ്കിൽ മീരയുടെ മുടി എന്ത് നീണ്ട മുടിയാണ്, ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ റഹീം എന്ത് ബുദ്ധിയുള്ള കുട്ടിയാ എന്നൊക്കെ പറയാറില്ലേ? വിശേഷണമല്ലേ അത്? ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മളതിൽ മന്ദബുദ്ധി എന്നും പറയാറുണ്ട് ഇല്ലേ? അപ്പോൾ മോശം നമ്മൾ വിശേഷം പറയാറുണ്ട്. ഓ എന്തൊരു പൊട്ട കവിതയാ, അല്ലെങ്കിൽ എന്ത് മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? യെസ്, വിശേഷൻ. ഇത് കേട്ടപ്പോൾ നമുക്ക് വിശേഷം മനസ്സിലായില്ലേ? ഇത് ആദ്യം എന്തിനാണെന്ന് പറയും ഇങ്ങനെ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ടെൻഷൻ പിടിക്കില്ലേ, ഓ ഇനി ഞാൻ വിശേഷണവും പഠിക്കണമെന്ന്. ഇപ്പോൾ വിശേഷൺ ശബ്ദം സിമ്പിൾ കേട്ടാൽ മനസ്സിലായില്ലേ? അപ്പോൾ സംജ്ഞ എന്താണെന്ന് മനസ്സിലായി, സർവനാമം എന്താണെന്ന് മനസ്സിലായി, ഇതുപോലെ വിശേഷൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടെൻഷൻ പിടിക്കേണ്ട കാര്യമൊന്നും
इल्या संज्ञा या सर्वनाम की विशेषता बताने वाला शब्द है विशेषण। संज्ञा या सर्वनाम की विशेषता को सूचक शब्द, संज्ञा या सर्वनाम की विशेषता प्रकट करने वाला शब्द ही വിശേഷൻ ഹെ. സിമ്പിൾ. സംജ്ഞ അല്ലെങ്കിൽ സർവനാമം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും നല്ല ഊട്ടി നല്ല ഭംഗിയുള്ള സ്ഥലത്തിൻ്റെ വിശേഷത, അല്ലെങ്കിലോ ആ പാവ എന്ത് നല്ല പാവ, ഒരു ഡോൾ കണ്ടിട്ട്, ഇല്ലെങ്കിൽ ജിലേബി എന്ത് സ്വീറ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ, ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇല്ലേ പ്രത്യേകതകൾ, വിശേഷതകൾ പറയുന്ന ശബ്ദം, ഇത്രയേ ഉള്ളൂ വിശേഷൺ ശബ്ദ. മനസ്സിലായോ? संज्ञा या सर्वनाम की विशेषता का सूचित करने वाला शब्द, विशेषता को प्रकट करने वाला शब्द ही विशेषण शब्द है. आपके समझ में आ गया? जी ज़रूर. विशेषण के कितने भेद होते हैं? विशेषण के कुल 4 भेद होते हैं. विशेषण के कुल 4 भेद: गुणवाचक, संख्यावाचक, परिमाणवाचक और सार्वनामिक. गुण, संख्या, परिमाण और सार्वनामिक. गुण കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? गुणवाचक सर्वनाम किसी संज्ञा या सर्वनाम की गुण एवं दोष को सूचित करने वाला शब्द. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്താ अच्छा लटका, बुरा लटका, അല്ലെങ്കിൽ അത് अच्छी बातें, सुंदर बच्चा. ഗുൺ ഏവം ദോഷ്. അപ്പോൾ നമ്മൾ വിശേഷത പറയുമ്പോൾ ഗുണവും പറയും, ദോഷം. നമ്മൾ നെഗറ്റീവും പോസിറ്റീവ്സും പറയാറില്ലേ? അത്രയേ ഉള്ളൂ, നെഗറ്റീവും പോസിറ്റീവും പറയുക. ഗുൺ ഏവം ദോഷ്. അടുത്ത് ഗുൺ കഴിഞ്ഞിട്ട് എന്താ പറയുക? സംഖ്യ. സംഖ്യ നമുക്കറിയാമല്ലോ. ഇപ്പം എന്താ പറയുക, 2 കിലോ ചാവൽ, 1 കിലോ ചീനി, 2 ലഡ്കെ. സംഖ്യ പറയുന്നതാണ് സംഖ്യ. അപ്പം അവിടെ എത്ര കുട്ടികളുണ്ടെന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ 2 കുട്ടികൾ എന്ന് പറയില്ലേ? എത്ര പേര് വരുന്നുണ്ട്? നമ്മൾ വീണ്ടും പറയുന്നുണ്ട്, കുറേ ആൾക്കാർ വരുന്നുണ്ട്. ആ കുറേയും ഒരു വിശേഷണമാണ്. അല്ലെങ്കിൽ അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അതും കുറച്ചെന്ന് പറയുമ്പോൾ വിശേഷൺ ശബ്ദമാണ്. മനസ്സിലായോ? ഗുൺ, സംഖ്യ. ഇനി പരിമാൺ വാചക്. പരിമാൺ വാചക് എന്ന് പറയുമ്പോൾ നമ്മൾ മെഷറാണ്, അളവാണ്. ഇപ്പം നമ്മൾ ഇപ്പം വെള്ളത്തിന് നമ്മളിങ്ങനെ ഇപ്പം ലിറ്റർ അളവ് പറയുമ്പോൾ ഇങ്ങനെ കുറേ വെള്ളം ഇങ്ങനെ കഴിക്കുമ്പോൾ ലിറ്റർ. അപ്പോൾ 1 ലിറ്റർ വെള്ളം നമ്മൾ കുപ്പിയിൽ അളന്നെടുക്കുമെങ്കിൽ അങ്ങനെ പറയും. അപ്പോൾ ഏക്ക് വരുമ്പോൾ അവിടെ സംഖ്യയായി. കുറേ, കുറച്ച്, അധികം എന്നൊക്കെ പറയുന്നതും ഒരു വിശേഷണമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? 2 മീറ്റർ കപ്പടേ, നേരത്തെ പറഞ്ഞല്ലോ. 1 കിലോ ചാവൽ. ഇതൊക്കെ അളവ്. പരിമാണം എന്ന് പറയുമ്പോൾ അളവാണ്. മറ്റേ സംഖ്യ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? 2 ലഡ്ക ഇല്ലേ, 5 ലഡ്കെ, അല്ലെങ്കിൽ എന്താ 2 ഫൂൽ, 3 ആം. ഇതൊക്കെയാണ് സംഖ്യ. മനസ്സിലായോ? പരിമാണം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ അളവ്. തോടാ പാനി, നമ്മൾ പറയുന്ന പോലെ തോടാ ബഹുത്ത്, അല്ലെങ്കിൽ 1 കിലോ ചാവൽ എന്നൊക്കെ പറഞ്ഞാൽ ആ കിലോ അളവ്, മെഷർ ചെയ്യുന്ന അളവ് എന്നുള്ളത് ഉദ്ദേശിച്ചത്. 1 ലിറ്റർ എന്താ പറയുക, 1 ലിറ്റർ പാനി, നൈത്തോ 1 ലിറ്റർ തേൽ. എണ്ണയ്ക്കൊക്കെ നമ്മൾ അളവ് ലിറ്റർ പറയാറില്ലേ? 1 കിലോഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ. इनने सार्वनामिक विशेषण, सार्वनामिक विशेषण में सर्वनाम ही विशेषण शब्द बनकर आता है. सर्वनाम ही विशेषण शब्द बनकर. ഇപ്പം നേരത്തെ പറയുന്ന സർവനാമം നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഹാമിദ് ആയ, അത് കഴിഞ്ഞാൽ നമ്മൾ ഹാമിദിനും വരും വ ആയ പറയുമ്പോൾ അവിടെ സർവനാമാണ്. അപ്പം അതുപോലെ വേറെ ആലോചിക്കുക, ഒരു ലഡ്ക, ഒരു ആൺകുട്ടി. ഇപ്പം നിങ്ങൾ കുറേ കുട്ടികൾ ഇവിടെ നിൽക്കുവാണ്. ഇപ്പം ടീച്ചർ വിളിക്കുന്നു, ആ കുട്ടി ഇങ്ങ് വരൂ, വോ ലഡ്ക, അവൻ, വോ ലഡ്ക, ആ ആൺകുട്ടി എന്ന് നമ്മൾ പറയില്ലേ, അവൻ, ആ ആൺകുട്ടി. അപ്പോൾ വോ ലഡ്ക പറയുമ്പോൾ അല്ല വ എന്ന് പറയുന്നത് അവിടെ സർവനാം ശബ്ദമാണ്. നമ്മൾ കയറുമ്പോൾ നമ്മൾ സർവനാം ശബ്ദം എന്ന് പഠിച്ചിട്ടുണ്ട്. സർവനാം ഹി വിശേഷൺ ശബ്ദ ബൻകർ आता है. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ സർവനാം ശബ്ദ विशेषण शब्द के रूप में प्रयोग करता है. सर्वनाम शब्द विशेषण शब्द के रूप में प्रयोग करता है, वही सार्वनामिक विशेषण है. നേരത്തെ പറഞ്ഞ कौन आया, वह आदमी, ये लड़का. आपके समझ में आ गया? സിമ്പിൾ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സജ്ഞ, ഹാമിദ് സജ്ഞ, ഹാമിദിൻ്റെ സ്ഥാനത്ത് വ ആയ, വ സർവനാം. മനസ്സിലായില്ലേ? കുച്ച് ലഡ്കെ, കുച്ച് അവിടെ വിശേഷൻ. ഫൂൾ നമ്മൾ പറഞ്ഞു അത് സജ്ഞയാണ്. സുന്ദർ ഫൂൾ, സുന്ദർ എന്ന് പറയുന്നത് അവിടെ വിശേഷനാണ്. പാനി,
പാനി സംജ്ഞയാണ്, തോടാ പാനി കുറച്ച് വെള്ളം അത് വിശേഷനാണ്. അപ്പോൾ നമ്മളിവിടെ നിന്നുണ്ട് പാനി, സുന്ദർ, ആം ഇങ്ങനെ തരുമ്പോൾ നമ്മളിവിടെ നിന്ന് എന്തോന്നാണ് വിശേഷൺ ശബ്ദ ചുൻകർ ലിഖേ പറയുമ്പോൾ എഴുതുന്നത് സുന്ദർ ഹേന. അപ്പോൾ ഏഹ്, അപ്പോൾ ഏഹ് എന്ന് പറയുമ്പോൾ നമ്മൾ സർവനാമിലും വിശേഷണിലും ഉപയോഗിക്കും. ഏഹ് ലഡ്ക എന്ന് തന്നെ എഴുതുമ്പോൾ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഏഹ് सार्वनामिक विशेषण. विशेषण शब्द संज्ञा या सर्वनाम की विशेषता बताने वाला. संज्ञा या सर्वनाम की विशेषता बताने वाला. विशेषण के 4 भेद: गुणवाचक, संख्यावाचक, परिमाणवाचक, सार्वनामिक. गुणवाचक विशेषण संज्ञा या सर्वनाम के गुण और दोष को सूचित करने वाले शब्द. उदाहरण सुंदर, गंदा, अच्छा आदि. संख्यावाचक विशेषण संख्या को सूचित करने वाले शब्द 40, अनेक, बहुत, कई आदि. परिमाणवाचक विशेषण परिमाण को सूचित करने वाले शब्द 2 मीटर कपड़ा, 1 किलो चावल, थोड़ा पानी आदि. सार्वनामिक विशेषण जो सर्वनाम शब्द विशेषण शब्द की तरह संज्ञा की विशेषता सूचित करते हैं. उदाहरण वह आदमी, कौन छात्र, ए लड़की. संज्ञा, सर्वनाम, विशेषण आदि सबके बारे में हमने थोड़ी जानकारी हासिल की. നമ്മൾ നിറയെ എല്ലാം പഠിച്ചു എന്ന് പറയില്ല, थोड़ी जानकारी കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായി. अब ईदगाह से या एकलव्य से संज्ञा शब्द, सर्वनाम शब्द और विशेषण शब्द, संज्ञा, सर्वनाम और विशेषण शब्द लिखकर अपने अध्यापक को भेज दीजिए, है ना. അപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടുമല്ലോ. സംജ്ഞയും സർവനാമം വിശേഷണം എന്താണെന്ന് अपने अध्यापक को भेज दीजिए और आराम से बैठिए, है ना. जी शुक्रिया. हम अगले कक्षा में फिर मिलेंगे. धन्यवाद.